പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വലത്തും ഇടത്തും ഇന്നത്തെ ജീവിത വഴികളിലെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിന്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നീ എന്തിനു വേണ്ടിയൊന്നും ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിന് വേണ്ടി നീ സങ്കടപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ കർത്താവിന് ഇടപെടുകയും നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്നത് അളിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യം, സതതമായ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകുകയും നിനക്കൊരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല. പറഞ്ഞ രഹസ്യങ്ങൾ അവരറിയുകയും ചെയ്യും. നാട്ടിൽ പാട്ടാക്കും, വീട്ടിൽ പാട്ടാക്കും, തറവാട്ടിൽ പറഞ്ഞ കൂട്ടി കെട്ടിയെഴുന്നള്ളിക്കും. അതുകൊണ്ട് ആരെയും കൊണ്ടുപോകാനും പറ്റത്തില്ല, കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല. ദുസ്സംഗൂരി നിൽക്കുന്ന മക്കൾക്ക് കർത്താവ് തന്നെ കൂടെ വരാനും നീ ഒറ്റക്ക് പോയാനും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ചൈതന്യത്തിൽ നീ ആ വിഷയം കൈകാര്യം ചെയ്യാനുള്ള ആത്മധൈര്യം നിനക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ രേഖകൾ, നഷ്ടപ്പെട്ടു പോയ പണങ്ങൾ, നഷ്ടപ്പെട്ട പൊന്നുകൾ, അന്യാധീനപ്പെട്ടു പോയ വസ്തുക്കൾ, മറ്റുള്ളവർക്ക് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ ജോലി തരാമെന്നും പറഞ്ഞ് ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ വായ്പ വാങ്ങിച്ച് തരാത്തതിൻ്റെ പേരിൽ ഒരു പണിയും നടക്കാതെ അതിൻ്റെ പേരിൽ വീട്ടിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടു വരുവാനും നിൻ്റെ അധ്വാന ശേഷി, സത്യസന്ധമായ പണം നിനക്ക് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നീ ഇന്നത്തെ ദിവസം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് ആ വചനം ഇന്നലെ വായിച്ച വചനം തന്നെ വീണ്ടും വായിക്കുകയാണ്. മത്തായി 13:8 ഒരു വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. നിലത്തിനല്ല കുഴപ്പം വന്നിരിക്കുന്നത്, വിത്തുകൾക്കാണ്. ചില ആൾക്കാർ വിശ്വാസം വിതക്കണമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ഇന്ന് ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ എന്താണ്, 60 മേനിക്കാരുണ്ടല്ലോ. 60 മേനിക്കാർ എന്തുകൊണ്ട് 60 ഒരേ നിലത്തിൽ വിതച്ചതിന് 30 ഒന്നിന് 60 കിട്ടിയത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ചിലർ വിശ്വാസത്തിലാണ് വിതക്കണത്, ചിലർ പ്രത്യാശയെ വിതക്കും. അപ്പോൾ വിശ്വാസത്തിനേക്കാൾ കുറച്ചുകൂടി കൂടിയതാണ് നിലവാര ഉയർച്ചകളാണ് പ്രത്യാശ. പ്രത്യാശയ്ക്ക് വരുന്നൊരു ഗുണമെന്ന് പറയുന്നത്, പ്രത്യാശ എന്തുകൊണ്ടാണ് നമുക്ക് പ്രത്യാശ ഉള്ളത്? റോമാഞ്ചേജ വായിച്ച്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. മറ്റേ വിശ്വാസ പാർട്ടിക്ക് ചില സമയത്ത് നിരാശ കയറി വരാം, പക്ഷെ നിരാശയുടെ അംശങ്ങൾ കുറവായിരിക്കും. ഇപ്പം ഞങ്ങളെ കടപ്പുറത്തൊക്കെ ഞാൻ കുറേ ജോലി ചെയ്തിട്ടുണ്ട്, കുറേ ഇടവക ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുണ്ടാവും. എന്താ കാര്യം? അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അന്തരീക്ഷത്തിനകത്ത് നനവ് കൂടുതലാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടുണ്ടാകും. അപ്പം ചിലയിടത്തൊക്കെ വരണ്ട കാലാവസ്ഥയായിരിക്കും. എന്താ ഈ നമ്മൾ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റി, ഈർപ്പം കുറവായിരിക്കും. അതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ് ഈ നമ്മളുടെ ചില ആൾക്കാർക്ക് നല്ല പ്രത്യാശയായിരിക്കും. കാരണം ചിലത് വിശ്വാസം കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തില്ല. പോസിബിളാണ്, വിശ്വാസം കൊണ്ട് പോസിബിളാണ്, പക്ഷേ നമുക്ക് കിട്ടണ്ടേ? മർക്കോസ് 9:23 യേശു പറഞ്ഞു കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റും. പക്ഷേ ഈ സാധിക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് മിഷനറിയാണ്. അപ്പം അനുഭവിക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് അടുത്ത ദിവസം കാണാം. സാധിക്കുന്നത് അനുഭവിക്കുന്നത് ഇറ്റ് ഈസ് പോസിബിൾ, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണത് വേറെ ഒരു സബ്ജക്റ്റാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം കാണാം. കർത്താവിനോട് പറയണതാണ് അരികിൽ വരണേ. പിന്നെ എന്താ പറയണത്? സദയം തൊടണേ, എന്നെ തൊടണേ. എന്താണ്? സുഖമായിടും, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. രണ്ട് വരിയേ ഉള്ളൂ. ഇത് അഭിഷേകമായത് കൊണ്ടാണ് ഇവർ ആവർത്തിക്കുന്നത്. അല്ല പാട്ട് പാടാൻ വേണ്ടി മനഃപൂർവ്വം പാട്ട് പാടിപ്പോകുകയല്ല. ഇത് അഭിഷേകമായി കിട്ടിയത് കാരണമാണ് ഇവരിത് ആ പാട്ടിൻ്റെ രീതി മാറി. അതൊരു വ്യക്തിബന്ധത്തിൻ്റെ സ്നേഹപ്രകടനമായി അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് ദൈവത്തോട് ഇത് പാടുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രണയവും സ്നേഹവും അങ്ങോട്ട് തോന്നും. അങ്ങനെ ദൈവസ്നേഹം തോന്നി തുടങ്ങുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ജോലികൾ അവർ തന്നെ അവസാന വിനോദിനിയോട് നാട്ടുകാർ പറയാൻ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നീ എവിടെയാണ് പോയി ഉടമ്പടി എടുത്തത്, അവിടെ ഞങ്ങളുടെ കാര്യം കൂടി പറഞ്ഞേക്കണേ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം അവളുടെ പാട്ട് കേട്ടിട്ട് അവരോട് കർത്താവിൻ്റെ തിരുസന്നിധി പ്രാർത്ഥന യാചിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്നുവെച്ചാണ് ഇതാണ് സംഗീത അഭിഷേകം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വ്യത്യസ്തങ്ങളായ വചനാഭിഷേകമുണ്ട്, പ്രാർത്ഥനാഭിഷേകമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു അഭിഷേകം എൻ്റെ മക്കൾ വാങ്ങിച്ചെടുക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ആഴ്ചയിൽ തന്നെ എൻ്റെ ഈശോയെ നിന്നെ അറിയാൻ അനുഭവിക്കാൻ
കൈമാറാൻ എനിക്ക് സംഗീതത്തിന്റെയോ പ്രാർത്ഥനയുടെയോ ജപമാലയുടെയോ തിരുവചനത്തിന്റെയോ പ്രത്യേക അഭിഷേകം നൽകണമേ. പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ അഭിഷേക മേഖലയെ തിരിച്ചറിയാനുള്ള ഞങ്ങൾക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് ദൈവിക ഇടപെടലുണ്ടാകണം ആ കുടുംബത്തിൽ. പെട്ടെന്ന് അതിൻ്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞത് ഇവളുടെ പേരക്കുട്ടിയാണ്, ഈ മകളുടെ കുഞ്ഞുണ്ടല്ലോ. ഇവർ പ്രാർത്ഥനയുടെ സമയം തെറ്റിച്ച കുഞ്ഞ് അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ അമ്മുമ്മയെ വിളിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കണില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് കുഞ്ഞൊരു മുറി ഇരുന്ന് പ്രാർത്ഥിക്കും, അവളുടെ അമ്മ ഒരു മുറി ഇരുന്ന് പ്രാർത്ഥിക്കും, വിനോദിന് വേറെ ഇരുന്ന് മുറി ഇരുന്ന് പ്രാർത്ഥിക്കും. അവർ മൂന്ന് മുറി ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാം ആ പണ്ട് കണ്ട ചാടി വെട്ടാൻ പറ്റുന്ന ആൾക്കാരുടെയൊക്കെ ഒതുക്കം കണ്ടില്ലേ, എന്തൊരു സമാധാനത്തിലേക്ക് പോവുകയാണ്, സന്തോഷത്തിലേക്ക്. അതോടുകൂടി ദൈവിക ഇടപെടുണ്ടായി. അവൾക്ക് അപ്പം തന്നെ എംപ്ലോയ്മെൻറ്റിന് അവളെ വിളിക്കും, അവൾക്ക് ഒരു കൊല്ലത്തേക്ക് വർക്ക് അവിടുന്ന് കൊടുക്കും. അത് പകുതി ആകുമ്പോൾ തന്നെ അവൾ ഗൾഫിലേക്ക് ഖത്തർ എയർവേസിലേക്ക് പോകും. പെട്ടെന്നാണ് കുടുംബത്തിൻ്റെ മുഴുവൻ മുഖച്ഛായ ദൈവം മാറ്റിക്കളയും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇതിന് തീർക്കണമല്ല, ഇതിന് 90 ദിവസം ഉണ്ടാവുമല്ല, 90 ദിവസം കഴിയുമ്പോൾ നടക്കുമായിരിക്കും, അല്ലേ നടന്നാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അനുഭവങ്ങൾ കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് കാര്യം അറിയാൻ പാലാത്തതുകൊണ്ട് വന്നപ്പെട്ടപ്പോൾ നിങ്ങളിതിനകത്ത് ഈ ചെയ്യണ ഓരോ കാര്യവും ദൈവസ്നേഹത്തോടെ ചെയ്യണം. എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നമുക്കൊരു വിഷയം നമുക്ക് ഫങ്ഷൻ ചെയ്ത് ഒരിക്കലും കർത്താവിനെ തൊടാൻ പറ്റത്തില്ല. കർത്താവിനെ തൊടണമെങ്കിൽ മിഷൻ ചെയ്യണം. തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ പല ആൾക്കാരും ചെയ്യണത് ഫങ്ഷനാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എന്നെ പഠിപ്പിക്കേണ്ട സാറുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു വിജയ് സാറ് മരിച്ചുപോയി. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ മരണം പോലും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് മലയാളമൊക്കെ ടേസ്റ്റ് എനിക്ക് വന്നത് വിജയ് സാർ പഠിപ്പിച്ചപ്പോഴാണ്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിപ്പിച്ചതാണ്. അപ്പം ഞാൻ ഇന്ന് ഓർക്കും. പക്ഷേ എന്നെ കണക്ക് പഠിപ്പിച്ച സാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളോട് പറയുന്നൊരു സംഭവമുണ്ട്, എടാ മക്കളെ എനിക്കിത് അറിയത്തില്ല ഈ കണക്ക്. സാറ് ക്ലാസ്സിൽ പറഞ്ഞാണേ 10ാം ക്ലാസ്സിൽ, ഇത് പുതിയ സിലബസാണ്, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുകയും ഞാൻ പണ്ട് BA പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളെ ഈ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കണത്. പക്ഷെ നിങ്ങൾ ഉഴപ്പരുത്, ഞാൻ ശനിയാഴ്ചയും വരും ഞായറാഴ്ചയും വരുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അതായത് അദ്ദേഹത്തിന് അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റ് കണ്ടില്ലേ, ഞാൻ ശനിയാഴ്ചയും വരും നിങ്ങളെ പഠിപ്പിക്കാൻ, ഞായറാഴ്ചയും വരുമെന്ന്. കാര്യം ഞങ്ങളുടെ നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ബസ്സൊന്നും വരത്തില്ല, വണ്ടി പോലും വരത്തില്ല. വണ്ടി അന്ന് ഒരു കടലിൽ കൊണ്ടേ വെച്ചിട്ട് അവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്ന് വരണം. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ വരുമെന്ന് അദ്ദേഹം പറയണത്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത കാണുമ്പോൾ നമ്മൾ കൊതിയോടെ അത് പഠിച്ചു പോകും. അത് ടീച്ചർ ഫങ്ഷൻ അല്ല ചെയ്യണത്, മിഷനാണ് ചെയ്യണത്. അതാണ് ഇപ്പോഴും ജീവിച്ചിരിക്കണം കണ്ടല്ലേ, ആൾ മിഷൻ ചെയ്തിരിക്കണത്. ഇതുപോലെ ഓരോ കാര്യവും നമുക്ക് ഫങ്ഷനായിട്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു മൊഡ്യൂൾ പോയി ഹിയറിങ് നേരത്തെ ഉടമ്പടി എടുക്കുമ്പോൾ 3 മൊഡ്യൂൾ പോകുമായിരുന്നു. IELTS ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ
കിട്ടുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചെങ്കിലും ഒരു മൊഡ്യൂൾ പോയി. ഒരു മൊഡ്യൂൾ പോയപ്പോൾ അവൾ എന്താ ചെയ്തിരിക്കണത്? അവൾ ഇവിടെ വന്നേച്ചും അത് മുഴുവനും റീഫോർമാറ്റ് ചെയ്ത്, അത് വെച്ച് കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ മാറ്റി. അവർ വന്നിട്ട് അവൾ പറയുന്നുണ്ട്, ആ കുട്ടി പറയുന്നുണ്ട്, അതായത് എനിക്ക് രോഗികളെ എങ്ങനെ പോയി കാണും, നമ്മൾ ആശുപത്രി ചെയ്യുമ്പോൾ കന്യാസ്ത്രീമാർ കടത്തി വിടുവോ, രോഗികളോട് എന്ത് സംസാരിക്കും, നമ്മൾ സംസാരിക്കുമ്പോൾ അവരെന്തിങ്ങോട്ട് പറയും, അവരോട് അവർ പറയണത് അവരോട് നമ്മൾ സംസാരിക്കണത് അവർക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ കുറേ നൂലാമാലകൾ ഇവർ അത് ഉഴപ്പിയാണ് സംഭവം ചെയ്യണത്. കാര്യം അവിടെ അഭിഷേകം ആയിട്ടില്ല സംഭവത്തിന്. രോഗികളെ കാണുന്നതിന് പ്രത്യേക അഭിഷേകമുണ്ട്. കാര്യം എന്താ, അത് ഇപ്പം ഇന്ന ആളിന് അഭിഷേകമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ, അവർ പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലായിരുന്നു, ഞാൻ ഇവിടെ ഈ വർക്ക് ചെയ്യണ കാലത്ത് അവർ പഞ്ചായത്ത് മെമ്പറായിരുന്നു അവിടുത്തെ. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങിയപ്പോൾ അവർ കൈ പൊക്കി കൂട്ടത്തിൽ ആദ്യത്തെ ആളാണ്, ഞാൻ ആശുപത്രി പോകാമെന്നും പറഞ്ഞു. അപ്പോൾ അവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പത്രം വാങ്ങിച്ചിട്ട് തുറവൂരുകാരത്തിയാണ്, ഇപ്പോഴും ഇവിടുത്തെ മെയിൻ പ്രവർത്തകയാണ്. അവർ പത്രം വാങ്ങിച്ചിട്ട് തുറവൂരിൽ നിന്ന് ഇതുപോലെ അമ്പലപ്പുഴ പോയി ആശുപത്രി ഇരുന്ന്, കായംകുളത്തും പോയി ആശുപത്രി ഇരുന്ന് ഈ പത്രം കൊടുക്കുക. അപ്പം ചില രോഗികൾക്ക്, പ്രായമുള്ള രോഗികൾക്ക് കണ്ണ് കാണത്തില്ലല്ലോ. അപ്പോൾ അവർ കൊച്ചേ കണ്ണ് കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇവർ ആ പത്രം അവിടെ ഇരുന്നുകൊണ്ട് അവരെ വായിച്ച് കേൾപ്പിക്കും, കണ്ണ് കാണാൻ പാടില്ലാത്തവരെ. അതാണ് ഫങ്ഷൻ. അതാണ് മിഷൻ എന്ന് പറയണത്. അവർ അക്രൈസ്തവ ഈഴവ സഹോദരിയാണ്, മാസ്റ്റർ പാർട്ടിയുടെ പ്രവർത്തകയാണ്. പക്ഷേ അവർ അഭിഷേകമുണ്ട് അവർക്ക്. പക്ഷേ അതേസമയം തന്നെ മറ്റുള്ളവർക്ക് പത്രം കിട്ടുമ്പോൾ കണ്ണ് കാണാൻ പാടില്ല, എന്താ ചേട്ടൻ വായിക്കണ്ട, കണ്ണ് കാണാവുന്നവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അടുത്ത ബെഡേ പോയി കൊടുക്കും. ഇതിനാണ് ഫങ്ഷൻ എന്ന് പറയണത്. ഇതാണ് ഫങ്ഷൻ എന്ന് പറയണത്. മിഷൻ എന്ന് പറയണത് കണ്ണ് കാണാൻ പാടില്ലേ, കുഴപ്പമില്ല ചേട്ടാ, ഇത് കർത്താവിൻ്റെ വചനങ്ങളാണ്, ഇത് ഞാൻ വായിച്ച് ഏൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ കട്ടിലിരുന്നിട്ട് വായിച്ച് ഏൽപ്പിച്ച് കൊടുക്കും. ഇത് ചെയ്യണത് ആരാണ്? നോൺ ക്രിസ്ത്യൻസാണ് ചെയ്യണത്. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ ഹാർവസ്റ്റിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, റേറ്റിംഗ് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. മകള് വഴിയാണ് ഞാൻ ഈ ഉടമ്പടിയിലേക്ക് വന്നത്. ഉടമ്പടിയിൽ വന്നിട്ട് വെച്ചതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തു എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ വിശ്വാസത്തിലാണ്. ആഴ്ചയിൽ 2 ദിവസം ഓർത്തഡോക്സ് സഭയിലായതുകൊണ്ട് ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു പതിവ് ഞങ്ങൾക്കില്ല. ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾ പള്ളിയിൽ പോവും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണും. പിന്നെ ബൈബിൾ വായിക്കുന്നത് ദിവസവും ഒരധ്യായം വായിക്കും. അത് സങ്കീർത്തനത്തിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതും മക്കളും അതുതന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അരമണിക്കൂർ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ, ഹസ്ബൻഡ്, എനിക്ക് 2 പെൺകുട്ടികളാണ്, 2 പെൺകുട്ടികളും ഹസ്ബൻഡും ഞങ്ങളെല്ലാവരും അരമണിക്കൂർ ബൈബിൾ വായിക്കാനായിട്ട് സമയം മാറ്റിവെക്കും. പിന്നെ എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, ഞാൻ സാക്ഷ്യത്തിൽ വെക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിനോട്. എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കുട്ടിക്ക് ഒരു അറ്റൻഷൻ ഡെഫിഷ്യൻസി ആയിരുന്നു. അറ്റൻഷൻ ഡെഫിഷ്യൻസി വന്നിട്ട് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് 2ാമത്തെ ആഴ്ച അച്ഛൻ സാക്ഷ്യത്തിൽ അച്ഛൻ ഉടമ്പടി ധ്യാനം നടത്തിയപ്പോൾ പറഞ്ഞു, ഒരു കുട്ടിയുടെ ഇങ്ങനെ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടിയുടെ ഞാൻ കാണുന്നുണ്ട്, ആ കുട്ടിയുടെ കണ്ണ് വലുതാണ്, മാതാവിൻ്റെ തോളെ കിടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കുട്ടിക്കാണ് ആ സൗഖ്യം കിട്ടിയെന്ന്. ഇപ്പം അവന് ട്രീറ്റ്മെൻ്റ് എല്ലാം മതി എന്ന് ഡോക്ടർ പറയുകയും അവൻ ഒരു നോർമൽ ഇതിലേക്ക് വരികയും ചെയ്തു. പിന്നീട് ലഭിച്ചത് എൻ്റെ സഹോദരൻ്റെ മകന് ജോലി കിട്ടിയതാണ്.
അവന് പഠിച്ചിട്ട് ഇപ്പം 4 വർഷമായിരുന്നു ബിടെക് കഴിഞ്ഞിട്ട്. പക്ഷേ അവൻ്റെ അപ്പൻ്റെ അസുഖത്തിൻ്റെയും അമ്മമ്മയുടെ അസുഖത്തിൻ്റെയൊക്കെ അവന് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവന് നല്ലൊരു കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി ജോലിയിൽ പ്രവേശിച്ചു. അതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അനിയത്തിയുടെ മകളും ഞങ്ങളുടെ റിലേറ്റീവായിട്ട് 2 കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് +2-ന് 80% കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. 2 പേർക്കും 80% കൂടുതൽ മാർക്ക് കിട്ടി. വയറിന് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ മാറി കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴത്തേക്കും അവക്കടെ തലയിൽ ട്യൂമർ വന്നു. ട്യൂമർ വന്ന് കണ്ണിന് കാഴ്ചയില്ല, ചെവി കേൾക്കില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ട്യൂമർ വലിയൊരു ട്യൂമറായിരുന്നു RCCയിൽ. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തലയുടെ ഒരു വശം ഒട്ടിപ്പോവുകയും കണ്ണ് കാണാൻ പാടില്ല, കൺപോള അടയില്ല, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷേ അതിന് മാതാവിനോട് ഒരു ക്ഷമ ചോദിക്കുന്നു. ഞാൻ 2 തുള്ളി തൈലവും ഒരു ഉപ്പും തേനും കൊറിയറായിട്ട്, ചെങ്ങന്നൂർ അവരുടെ വീട്, കൊറിയറായിട്ട് അയച്ചു കൊടുത്തു. പിന്നത്തെ സ്കാനിൽ പറഞ്ഞായിരുന്നു അവൾക്ക് വീണ്ടും ട്യൂമർ വരുവാണ്, തലയിൽ ട്യൂമർ, ബാംഗ്ലൂർ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുകയും അവർ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ പിന്നത്തെ സ്കാനിങ്ങിൽ ആ ട്യൂമർ അവിടെ കാണാനില്ല എന്നാണ് പറഞ്ഞത്. പിന്നത്തേത് എൻ്റെ അച്ചായൻ വിശ്വാസത്തിലേക്ക് വന്നതാണ്. അച്ചായൻ വിശ്വാസത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ട്, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. പള്ളിയിൽ പോണത് അത്യാവശ്യം പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ പള്ളിയിൽ പോവുകയുള്ളായിരുന്നു. പ്രാർത്ഥിക്കും. ബൈബിള് വായിക്കുകയേ ഇല്ലായിരുന്നു. പക്ഷേ അച്ചായനും ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നു. അരമണിക്കൂർ അച്ചായൻ ബൈബിൾ വായിക്കും. ഇപ്പോൾ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും പള്ളിയിൽ പോവും. അങ്ങനെ അച്ചായനും വിശ്വാസത്തിലേക്ക് വന്നു. ഇത്രയൊക്കെ തന്ന മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ദിവ്യ, ഇതെൻ്റെ മോള് റിയ, ഹസ്ബൻഡ് സുബീഷ്, ഇത് എൻ്റെ മോൻ റൈഷ്. ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ്. ഏകദേശം ഒരു 18-20 വർഷത്തോളമുള്ള സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാനിവിടെ പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും, പക്ഷെ ഞാനെല്ലാം ചുരുക്കി പറയാം. ആദ്യമേ തന്നെ എൻ്റെ +2 സമയത്ത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഒരു എക്സാം സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ജീസസിനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത്. അത് നല്ലൊരു മാർക്കോടുകൂടി, അത്ഭുതകരമായ മാർക്കോടുകൂടി ഞാനത് പാസ്സായി. അത് എനിക്ക് ഭയങ്കര വലിയൊരു അനുഗ്രഹമായിട്ടും ഭയങ്കര അത്ഭുതമായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മാരേജ് കഴിഞ്ഞു. എനിക്ക് ഫസ്റ്റ് കുട്ടി ഉണ്ടായത് അബോർഷനായി, സെക്കൻഡ് വീണ്ടും ഒരു കുട്ടി ഉണ്ടായി, അത് അബോർഷനായി. അങ്ങനെ പല ഹോസ്പിറ്റലിലും പോയിട്ടുണ്ട്, പല ഡോക്ടേഴ്സിനെയും കണ്ട് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി പല ചെക്കപ്പുകൾ നടത്തിയെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഹസ്ബൻഡിനും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉണ്ടാകുന്ന കുട്ടിക്ക് ഗ്രോത്ത് ഇല്ലാതെ അബോർട്ടായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു ഡോക്ടർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഇനിയെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഫാമിലിയായിട്ട് എബ്രോഡ് പോവുകയും അവിടെ ചെന്നതിന് ശേഷം ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് എനിക്ക് റെഗുലറായ പീരീഡ് ആയിക്കൊണ്ടിരുന്ന എനിക്ക് 1 വർഷത്തോളം പിന്നെ പീരീഡും ആകാത്ത ഒരവസ്ഥയിലായിട്ടായി. അപ്പം മാനസികമായിട്ട് നല്ല രീതിയിൽ ഞാൻ ഡൗൺ ആയി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു പള്ളി ഉണ്ടെന്നും 3 നിയോഗങ്ങൾ വെച്ച് 9 ആഴ്ച പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോവുകയും ആദ്യമായിട്ട് പള്ളിയിൽ പോവുകയും 3 നിയോഗങ്ങളിൽ ഒന്ന് എനിക്കൊരു കുഞ്ഞുണ്ടാവുക എന്നായിരുന്നു. അപ്പം അവിടെ പോയി ഏകദേശം 9 ആഴ്ച മുടങ്ങാതെ ഞാൻ തിരിവെച്ച് പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് 1 വർഷത്തോളം എനിക്ക് പീരീഡ്സ് ആകാതിരുന്ന എനിക്ക് അതിൻ്റെ അടുത്ത മാസം എനിക്ക് പീരീഡ്സ് ആവുകയും അതോടുകൂടി ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അങ്ങനെ എനിക്കൊരു കുട്ടിയെ ലഭിച്ചു. ഇപ്പോൾ 12 വയസ്സുണ്ട്. അതാണ് എൻ്റെ മകള്, ഈ റിയ എന്ന് പറയുന്നത് മകള്. അതിനുശേഷം എനിക്ക് പിന്നെ ഈ ഫസ്റ്റ് അബോർഷനായ സമയത്ത് DNC ചെയ്തിട്ടുണ്ടായിരുന്നു. DNC ചെയ്ത സമയത്ത് ശാരീരികമായിട്ട് അന്ന് തൊട്ടേ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഷോൾഡർ പെയിൻ, ചെസ്റ്റിൻ്റെ ഭാഗം, ബോൺസ് എല്ലാം നല്ല വേദനയായിരുന്നു. എല്ലുകളുള്ള ഭാഗം എല്ലാം നല്ല പെയിനായിട്ട് മാറി. ലാസ്റ്റ് ഏകദേശം ഒരു 4 വർഷം
മോളെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഫുൾ ബോഡിയിലും പെയിനായി മാറി. പിന്നെ ഫുൾ ടൈം പെയിനാണ്. പല ഡോക്ടേഴ്സിനെ പോയി കണ്ടിട്ടും ഒരു ഓയിൽമെൻറ്റ് ഏതെങ്കിലും മെഡിസിൻസ് തരും, എന്നിട്ടും കൃത്യമായിട്ട് എന്താണ് ഒരു അസുഖം എന്ന് ആർക്കും അറിയില്ല. അവസാനമായപ്പോൾ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ പോക്കൊക്കെ നിർത്തി മടുത്ത് അവസാനം ആത്മഹത്യ ചെയ്യണമെന്ന് പോലും തോന്നുന്നൊരവസ്ഥയിൽ മെൻ്റൽ ഡിപ്രഷനായി. കാരണം എനിക്കൊരു കുഞ്ഞ് പോലും ആയിട്ടില്ല. അപ്പോൾ ഒരു ഡെലിവറിക്കൊക്കെ അതിന് വേണ്ടിയുള്ളൊരു ബോഡി അത്രത്തോളം ഫിസിക്കലി ഞാൻ സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെ പോലും ഇല്ല. കാരണം പ്രസവത്തോടു കൂടി ഒരു പക്ഷേ എൻ്റെ നടു പോലും തളർന്നു പോകും എന്ന് വരെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു.